ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുലിന്റെ മകൾ ഗൗരിയോട് അർച്ചന കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും അത് ആവോളം തന്റെ മകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നും ആ സ്നേഹം നഷ്ടമാകാതിരുന്നാൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയിൽ ഗോകുൽ അർച്ചനയുടെ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നു. അപ്പോഴാണ് വഴിയിൽ വെച്ച് അവിചാരിതമായി സന്ദീപിനെ കണ്ട സച്ചി സന്ദീപിനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തനിക്ക് ഒന്നും കേൾക്കണ്ട എന്നും താൻ ഒരിക്കലും നിങ്ങളുടെ പാതയിൽ എത്തുകയില്ല എന്നും പറഞ്ഞ് ആ ജന്മ ശത്രുക്കളായി ശശിയെയും കുടുംബത്തെയും വീണ്ടും അവരെ തന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദീപ് തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിച്ച് കാറിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ സച്ചി സന്ദീപിനെ പിടിച്ചു നിർത്തുന്നു. സച്ചി സന്ദീപിനോട് ദേഷ്യത്തോടെ സംസാരിച്ചു. നീ ചെയ്തു കൂട്ടുന്നത് എത്ര വലിയ പാപമാണെന്നും ഇതിന്റെ പരിഹാരം ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു ശാപമാണ് നീ തലയിൽ ഏറ്റുവാങ്ങുന്നതെന്നും, പക്ഷേ ഇപ്പോ നീ കരുതിയിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ നിനക്ക് നേടിത്തന്ന അവന്തികയുണ്ടല്ലോ, അവളുടെ യഥാർത്ഥ മുഖം നീ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് സന്ദീപിനെ ശകാരിച്ചുകൊണ്ട് സച്ചി വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അർച്ചനയും ഗൗരിമോളും ആശ്രമത്തിലെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് എല്ലാവരും ആരതിയുടെ ഹൗസ് ഇരു കൈയിലും സ്വീകരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അടുത്തു നിന്ന ശിവയോഗി എല്ലാവരോടുമായിട്ട് സംസാരിച്ചു. സ്വാമി പറഞ്ഞു, അതെ, ഇവിടുത്തെ ചികിത്സ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാം ഘട്ട ചികിത്സ അവസാനിച്ചു. ഇനി രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇനി സമൃദ്ധിയുടെ ചികിത്സാ രീതി കടക്കാൻ പോകുന്നത്. നാളെ മുതൽ രണ്ടാം ഘട്ട ചികിത്സ ആരംഭിക്കുമെന്നും ആ ചികിത്സയ്ക്കൊടുവിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഓർമ്മകളും വീണ്ടും തിരികെ ലഭിക്കുമെന്നും അറിയിച്ചു. ഇത് കേട്ടതോടെ ഗോകുല് പറഞ്ഞു, എന്തായാലും സ്വാമിയുടെ ആഗ്രഹവും സ്വാമിയുടെ ഇച്ഛയും പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും സമൃദ്ധിക്ക് എത്രയും വേഗം നഷ്ടപ്പെട്ട ഓർമ്മ വീണ്ടും കിട്ടിയാൽ മാത്രം മതിയെന്ന് ഗോകുൽ അറിയിക്കുമ്പോൾ ഇത് കേട്ട് നിന്ന ശോഭ ഒട്ടും താല്പര്യമില്ലാതെ മുഖം ചുളിച്ചു തന്നെ വന്നു. അപ്പോഴേക്കും അടുത്തു നിന്ന ഗൗരി മോളോട് ശിവയോഗി ചോദിച്ചു, മോൾക്ക് ഈ ആശ്രമം പരിസരമൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് ഗൗരിമോൾ അവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ അസുഖം മോൾക്ക് മാറണ്ടേ, അമ്മ മിടുക്കിയായി കൂടെ വരണ്ടേ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും ഇപ്പോ ഞാനിവിടെ ഹാപ്പിയാ, അമ്മ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഗൗരിമോള് സംസാരിക്കുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശിവയോഗി പറഞ്ഞു, മോള് മിടിക്കുക, എന്തായാലും ഇനി ഇവിടുത്തെ ചടങ്ങുകൾ മോൾക്കറിയാവല്ലോ, അമ്മ ചികിത്സാ മുറിയിലേക്ക് പോയിക്കോട്ടെ, മോള് ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ തന്നെ അമ്മയുടെ ചികിത്സ ഭംഗിയാകുന്നതിന് വേണ്ടി മോള് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അർച്ചനയെ വിളിച്ചുകൊണ്ട് അവിടുത്തെ സന്യാസിനിമാർ പോകുമ്പോൾ അർച്ചനയെ നോക്കി കൈവീശി യാത്ര അയക്കുകയാണ് ഗൗരിമോള്. അതിനുശേഷം ഗോകുലും മറ്റെല്ലാവരും അവിടെ നിന്ന് ശിവയോഗിയോട് നന്ദി പറഞ്ഞു പോകുമ്പോൾ അർച്ചനയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചികിത്സയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്താൻ മായായോഗിനിയോട് പറയുമ്പോൾ അവിടേക്ക് വന്ന ദേവമയോട് ചില കാര്യങ്ങൾ മുന്നറിയിപ്പ് എന്നോണം സ്വാമിജി അറിയിച്ചു. സ്വാമിജി പറഞ്ഞു, നമ്മൾ ഇനി ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്നത് അവസാന ഘട്ട ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായി കാര്യങ്ങൾ അവസാനിക്കണമെന്നില്ല. കാരണം ഈ ട്രീറ്റ്മെന്റിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ്. അതും ഒരു പക്ഷേ പേഷ്യന്റിന്റെ ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. നമുക്ക് വരാൻ പോകുന്ന അതിഥികളുടെ കൂട്ടത്തിൽ ഈ ചികിത്സ തകർത്തെറിയുന്നതിനും ഈ ചികിത്സയെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ദുഷ്ടശക്തികളുമുണ്ട് എന്നും ശത്രുക്കളുമുണ്ട് എന്നും ദേവമയോട് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് ഇവിടെ എത്തുന്ന അതിഥികളെ സൂക്ഷിച്ചു തന്നെ വേണം ഇവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്യാനെന്ന് ശിവയോഗി മുന്നറിയിപ്പ് നൽകുമ്പോൾ അവിടെ മൂർത്തി പറഞ്ഞ അനുസരിച്ച് ശിവയോഗിയുടെ ആശ്രമത്തിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരുകയായിരുന്നു കബീർ ഖാൻ. കബീർ ഖാൻ അവിടേക്ക് വന്നതും കബീർ ഖാനെ കണ്ട മൂർത്തി അരികിലേക്ക് ഓടിച്ചെന്നു. സന്തോഷത്തോടെ കബീർ ഖാനെ അവിടേക്ക് സ്വീകരിച്ചു. അല്ല, ഇതെങ്ങനെ ഇവിടെ എത്തി, എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ, അതെ, ഇവിടെ കേൾക്കുന്ന ഈ മന്ത്രജപങ്ങൾക്ക് പകരം അങ്ങ് ബോംബെയിലായിരുന്നെങ്കിൽ ഇപ്പോൾ വെടിയുണ്ടകളുടെ ശബ്ദമായിരുന്നു കേൾക്കേണ്ടിയിരിക്കുക എന്നറിയിച്ചു. എല്ലാം കേട്ടതും മൂർത്തി പറഞ്ഞു, അതെ കബീർ, താൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായി. മേഡം നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് അവന്തിക്ക് അരികിലേക്ക് മൂർത്തി
കബീർ ഖാനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവന്തിക കബീർ ഖാനെ കണ്ടതും മൂർത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ എന്ന് കബീർ ഖാനോട് അന്വേഷിച്ചു. എല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം വേണം പറഞ്ഞാൽ മതി എന്ന് അറിയിച്ചപ്പോ അവന്തിക പറഞ്ഞു, അവൾ ഒരു കാരണവശാലും ഈ ചികിത്സ പൂർത്തിയാക്കാൻ പാടില്ല. ചികിത്സ പൂർത്തിയാക്കി അവൾക്ക് പഴയ ഓർമ്മകൾ അവൾ വീണ്ടെടുത്താൽ പിന്നെ വരാൻ പോകുന്നത് വലിയൊരു വിപത്ത് തന്നെയാണ്, നമ്മുടെ നാശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവളെ തകർത്തെറിയുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവളുടെ മനസ്സിൽ ഈ പുക മൂടിക്കിടക്കുന്ന ഓർമ്മകൾ അതേപോലെ തന്നെ നിലനിൽക്കണം. ഒന്നുകിൽ അവളുടെ മരണം. അത് കേട്ടതും ഉടനെ കബീർ ഖാൻ പറഞ്ഞു, അത് ശരി, മനസ്സിലായി മാഡം. ഒന്നെങ്കിൽ പേഷ്യന്റിന്റെ മരണം, ഇല്ലെങ്കിൽ സച്ചിയുടെ മരണം, അതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, എന്തും നിഷ്പ്രയാസം എനിക്ക് സാധിക്കും മാഡം, ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അത് കേട്ട അവന്തിക പറഞ്ഞു, അതെ, എനിക്ക് ഈ വാക്ചാതുര്യമല്ല വേണ്ടത്, പ്രവൃത്തി, അതാണ് എനിക്ക് കാണേണ്ടത്. കാരണം പറയാൻ ആർക്കും എന്തും സാധിക്കും, എന്നാൽ അത് പ്രാവർത്തികമാക്കാനാണ് ഇവിടെ പലർക്കും കഴിയാതെ പോയത്. പലതവണ ഞങ്ങൾ അതിനുള്ള അറ്റംപ്റ്റ് നടത്തുകയും ചെയ്തു, പക്ഷേ പരാജയം നുണച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തവണ എല്ലാം സ്വയം തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് അവന്തിക അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും കബീർ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഈ ഒരു നീക്കം ഇവിടെ നടപ്പിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് തൻ്റെ ഈ കൊട്ടേഷൻ പൂർത്തീകരിക്കേണ്ടതെന്നും മേഡം തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് എല്ലാം തന്നെ അവന്തികയ്ക്ക് മുന്നിലേക്ക് നിരത്തി വെക്കുകയാണ് കബീർ ഖാൻ. താൻ കൊണ്ടുവന്നതെല്ലാം തോക്കും മറ്റും ഒരു സൈഡില്, കത്തിയുമൊക്കെ ആയിട്ട് മറ്റൊരു വശത്ത്, പിന്നീട് തൻ്റെ കയ്യിലിരിക്കുന്ന കാഷായ വസ്ത്രവും മറ്റും. ഇതിലേതാണ് വേണ്ടതെന്ന് മേഡം തന്നെ പറഞ്ഞാൽ മതിയെന്ന് അറിയിച്ചപ്പോൾ അതിൽ നിന്ന് അവന്തിക പറഞ്ഞു, ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും ഉചിതമായത് ഏതാണെന്ന് കബീർ തന്നെ തിരഞ്ഞെടുത്തു. എന്തായാലും എനിക്ക് എൻ്റെ ലക്ഷ്യം നേടിക്കിട്ടണം, അത്ര മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ എന്ന് അവന്തിക അറിയിച്ചു. അവന്തികയുടെ വാക്കുകൾ കേട്ടതും കബീർ താൻ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ തന്നെ താൻ ഉണ്ടാക്കുമെന്നും ഈ കണ്ട കാര്യങ്ങളൊക്കെ താൻ തന്നെ എല്ലാം നടപ്പിലാക്കി തരുമെന്നും അവളുടെ മരണം അല്ലെങ്കിൽ എന്നേക്കുമായി ഓർമ്മ നഷ്ടപ്പെട്ട ജീവിതത്തിൽ അതുപോലെ തന്നെ ഒരു തുടർച്ച, അത് തന്നെയാണ് താൻ ഇവിടെ ആഗ്രഹിക്കുന്നതെന്നും കബീർ അറിയിച്ചു. അതുകൊണ്ട് ഇനിയുള്ള തന്റെ നീക്കങ്ങൾ ആ രീതിയിലാണെന്ന് അവന്തികയോട് പറഞ്ഞുകൊണ്ട് വേഗം താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് ഒരു ചുരുക്കത്തിൽ അവന്തികയെ അറിയിക്കുകയും മൂർത്തിയെ കബീർ ഖാനെയും കൂട്ടി അവിടെ നിന്ന് മടങ്ങി. അപ്പോഴാണ് സച്ചി തിരിച്ച് വീട്ടിലെത്തിയതും ആരതിയും കൂട്ടി അവിടേക്ക് എത്തിയ സച്ചി വിവരങ്ങളെല്ലാം കമലയോടും ആതിരയോടും അറിയിച്ചത്. സന്ദീപ് ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെ നിൽക്കുകയാണെന്നും ഇത്രയും നാൾ അവനെ നേരിൽ കാണുന്നത് വരെ അവന്തികയുടെ നിർബന്ധപ്രകാരമാണ് അവൻ സ്വബോധമില്ലാതെ ഇത്തരം തീരുമാനമൊക്കെ എടുത്തെന്നാണ് താൻ കരുതിയിരുന്നത്. എന്നാൽ അവന്റെ ബോധം നഷ്ടമായിട്ടില്ല എന്നും മറിച്ച് അവൻ സ്വബോധത്തോടുകൂടി തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നും അറിയിക്കുകയും മാത്രമല്ല, ഞാൻ അക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവൻ എൻ്റെ മുന്നിലേക്ക് ഒരു ഡിമാൻഡ് വെച്ചു. അവന്തികയെ ഉപേക്ഷിച്ച് ആ സുഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് തിരിച്ച് അവൻ നമുക്കരികിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവൻ തിരിച്ചിവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവന്തികയ്ക്കെതിരെ നമ്മൾ കൊടുത്ത ആ കേസുകൾ പിൻവലിക്കണം. അതാണ് അവന്റെ ഡിമാൻഡ്. അത് കേട്ടതും ആതിരയും കമലമ്മയും ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി. കമലമ്മ പറഞ്ഞു, ആ അവന്തിക, അവൾ ഒറ്റയൊരുത്തിയാണ് എൻ്റെ കുഞ്ഞിന്റെ മനസ്സിൽ ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞപ്പോ അത് കേട്ടതോടെ സച്ചി പറഞ്ഞു, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം സന്ദീപിന് ആദ്യം വക്കീൽ നോട്ടീസ് അയച്ചത് ആതിരയല്ലേ എന്ന് ആരതിയും ചോദിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആതിര പറഞ്ഞു, സച്ചിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും ദിവസം സന്ദീപിനെ ഈ അവസ്ഥയിലാക്കിയത് മറ്റെല്ലാവരും ആണെന്നും സന്ദീപിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഈ ഒരു തീരുമാനത്തിൽ സന്ദീപിനെ ഉറപ്പിച്ചു നിർത്തുന്നത് അവന്തികയാണെന്നുമായിരുന്നു ഇത്രയും നാളും നമ്മുടെ വിശ്വാസവും ഇത്രയും നാളും നമ്മൾ കരുതിയതും. എന്നാൽ അതെല്ലാം വെറുതെ ആയിരുന്നെന്നും അങ്ങനെ ഒരു അവസ്ഥ സന്ദീപിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം സന്ദീപ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ തന്നെയാണെന്നും സന്ദീപിന്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ടായതിന്റെ സാഹചര്യവും ഒക്കെ താനായിട്ടുണ്ടാക്കിയതാണെന്നായിരുന്നു തന്റെ കുറ്റബോധം. എന്നാൽ ഇപ്പോ ഒരു കാര്യം തീർച്ചയായി, ഇനി അങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് വേണ്ട. നമ്മുടെ കുടുംബത്തെ തകർത്തെറിയുന്ന, നമ്മുടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത, അവളെ സപ്പോർട്ട് ചെയ്യുന്ന,
അവൾക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അയാളെ ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ആതിര ആ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നറിയിച്ചപ്പോ ഇത് കേട്ട് നിന്ന ആരതി പറഞ്ഞു, കൊള്ളാം, ഇങ്ങനെ വേണം ഹീറോകൾ, ഇതുപോലെ തന്നെ ആയിരിക്കണം, ഈ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തെ നേടിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ആർക്കും മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറാകാതെ, ആരോടും ഒരിക്കലും ആരുടെയും മുന്നിൽ തല കുനിക്കാതെയും മുന്നോട്ട് നീങ്ങുക, അതാണ് വേണ്ടത് എന്നറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും കമലമ്മ പറഞ്ഞു, എന്തായാലും എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലായില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന കമലമ്മയോട് ശശി പറഞ്ഞു, ഏയ് അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും മാറും, ഇതിൽ എല്ലാം എല്ലാം സത്യവും പുറത്തു വരികയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആരതി പറഞ്ഞു, അതെ, ഈ കേസിൽ അവന്തിക തോൽക്കും, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സന്ദീപിനെ വെച്ച് അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ അവന്തിക ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല, നമ്മുടെ ഭാഗത്ത് തന്നെയാണ് വിജയം സുനിശ്ചിതമായിട്ടുള്ളത് എന്ന് ആരതി അറിയിച്ചു. അവന്തികയുടെ ഉള്ളിൽ ആ ഭയം അതുപോലെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോ സന്ദീപിനെ ഇങ്ങനെ കരുവാക്കിക്കൊണ്ട് അവൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് ആരതി പറഞ്ഞു. എന്തായാലും സ്വത്തുക്കളൊക്കെ ഉടനെ തന്നെ നമ്മുടെ കൈവശത്തേക്ക് എത്തും. ആതിരെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, താമസിയാതെ സന്ദീപ് എല്ലാ സത്യവും മനസ്സിലാക്കി നിന്റെ അരികിലേക്ക് തന്നെ വരും. അതിൽ യാതൊരു ടെൻഷനും വേണ്ട എന്നും, അങ്ങനെ ഓർത്ത് നീ ആശങ്കപ്പെടുകയേ വേണ്ട എന്നും, സന്ദീപിനെ കുറിച്ചുള്ള നിന്റെ ടെൻഷന് ഉടൻ തന്നെ മാറുമെന്നും, നിന്റെ ഈ വിശ്വാസവും ആത്മധൈര്യവും ചോരാതിരുന്നാൽ മതിയെന്ന് ആരതി അറിയിച്ചതോടെ അത് ശരിയാണ് എന്ന് തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ആരതി നിൽക്കുമ്പോ ഇതെല്ലാം കണ്ട് കമലമ്മ വേദനയോടെ ആതിരയുടെ അരികിലേക്ക് എത്തി. ആതിര ഒന്നും മിണ്ടാതെ അമ്മയുടെ സങ്കടങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇനി അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്ന് ആതിര ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് കാറിനരികിലേക്ക് എത്തിയ സച്ചിയോട് ആരതി, അടുത്ത ദിവസം നമുക്ക് നാളെ തന്നെ ആശ്രമത്തിലേക്ക് പോകണമെന്നും ചിത്ര പൗർണമിക്ക് നമ്മൾ അവിടെ ഉണ്ടാവണം, മാത്രമല്ല നാളെ കൊണ്ട് ഗൗതം സാറിന്റെ വൈഫിന്റെ ചികിത്സ കഴിയുമെന്ന് അറിയിച്ചു. അതിനുശേഷം ചികിത്സയുടെ അവസാന നാളാണ് നാളെയെന്നും, പിന്നെ അതിനുശേഷം പ്രാർത്ഥനയും പൂജയും വഴിപാടുകളും മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞതോടെ നാളത്തെ ദിവസം നമുക്ക് തീർച്ചയായിട്ടും പോകണമെന്ന് സച്ചി അറിയിച്ചു. കാരണം നാളെ അവിടെ ചെന്നാലേ ഇത്രയും നാൾ നമ്മൾ ശ്രമിച്ചിട്ടും നേരത്തെ കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നാളെ മേഡത്തെ കാണാനായിട്ട് നമുക്ക് അവിടെ പോകണമെന്നും നാളത്തെ ദിവസം മേഡത്തെ കാണണമെന്നും സച്ചി ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ അർച്ചനയെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സച്ചി ഓർമ്മിപ്പിക്കുമ്പോൾ അത് കേട്ട ആരതി മനസ്സിൽ പറഞ്ഞു, എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട്, ചില പ്രാർത്ഥനകൾ, അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാനും നാളെ ആശ്രമത്തിലേക്ക് പോകുന്നതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആരതി സച്ചിയെ നോക്കി പുഞ്ചിരിച്ച് നേരെ കാറിലേക്ക് കയറി. അപ്പോഴാണ് ആശ്രമത്തിലെ പൂജകളും വഴിപാടുകളും ഒന്നും അറിയാതെ, അവിടുത്തെ ചികിത്സാ രീതികളൊന്നും അറിയാത്തത് കൊണ്ട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്തു നോക്കുകയായിരുന്നു ഗൗരിമോള്. ഇത് കണ്ടതോടെ അർച്ചന ഗൗരിമോളോട് പറഞ്ഞു, മോളെ അതൊന്നും എടുക്കല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ, മോൾക്ക് ആവശ്യമില്ലാത്തതല്ലേ, അത് ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകളും മറ്റുമൊക്കെയാ, അതൊന്നും മോളെടുത്താലേ സ്വാമിമാർക്ക് ഇഷ്ടാവില്ല, ഒരു വഴക്കു പറയും, മോളതുകൊണ്ട് അത്തരം പരിപാടികൾക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് മോളെ അതിൽ നിന്ന് വിലക്കുകയാണ് അർച്ചന. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ഗൗതം മോളെയും അർച്ചനയും നോക്കി. മോളോട് അർച്ചന പറഞ്ഞു, അമ്മയുടെ പൊന്നുമോള് മിടുക്കിയല്ലേ. അപ്പോഴേക്കും ഗൗരിമോള് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടമാണമ്മേ, അതുകൊണ്ട് ആരും എന്നെ വഴക്കൊന്നും പറയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് മോള് ശ്രമിക്കുമ്പോൾ അർച്ചന അരികിൽ ചെന്ന് സ്നേഹത്തോടെ ഗൗരിമോളെ വിലക്കുന്നു. മോളെ അതൊന്നും എടുക്കരുത്, ആ സ്വാമിമാർ വഴക്കു പറയുമെന്ന് പറഞ്ഞ് വേഗം മോളെ വിളിച്ച് അരികിലേക്ക് കൊണ്ടുവന്നിരുത്തി. അപ്പോഴാണ് ഗോകുൽ അവിടേക്ക് എത്തിയത്. ഗോകുലിനെ കണ്ടതോടെ ചിരിച്ചുകൊണ്ട് ഗോകുലിനെ നോക്കി പുഞ്ചിരിച്ച് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ, മോൾ ഇവിടെ വന്ന് കുറുമ്പ് കാട്ടുവാണോ, അമ്മയെ ശല്യപ്പെടുത്തുകയാണോ, മോൾക്കിവിടെ ഇഷ്ടപ്പെട്ടില്ലേ, എന്നാൽ നമുക്ക് പോയാലോ എന്നൊക്കെ ഗോകുൽ അന്വേഷിച്ചു. ഉടനെ അത് കേട്ടതും ഗോകുലിനോട് ദേഷ്യത്തോടെ ഗൗരി പറഞ്ഞു, ഏയ് ഞാനിങ്ങോട്ടും വരുന്നില്ല, എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല, അമ്മയുടെ കൂടെ ഞാനും വരുള്ളൂ എന്ന് പറഞ്ഞ് തന്റെ വാശി എന്താണെന്നോ തന്റെ തീരുമാനം എന്താണെന്നോ അങ്ങനെ അറിയിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഗൗരിമോളുടെ അരികിലേക്ക് ഗോകുലെത്തി. ഉടനെ ഗൗരിമോള് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു. അച്ഛൻ അമ്മയുടെ തോളത്ത് കൈയിട്ട് തന്നേ എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാ മോളെ എന്ന് ചോദിച്ചു. അതൊക്കെയുണ്ട്, ഞാൻ പറയാം, അച്ഛൻ കൈയിട്ട് തന്നേ എന്ന് പറഞ്ഞ് ഗോകുലിനെ പിടിച്ചു നിർത്തി. ഗോകുൽ വേഗം അർച്ചന ഇരിക്കുന്ന ആ ചെയറിന്റെ കൈപ്പിടിയിൽ പിടിച്ചുകൊണ്ട് അർച്ചനയ്ക്ക് അരികിലായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ
രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഒരു ചിത്രം ഫോണിലെടുത്തു. അതിനുശേഷം ഗൂഗിള് മാറാൻ തുടങ്ങിയപ്പോഴേക്കും ഗൗരിമോള് വീണ്ടും പറഞ്ഞു, അച്ചാച്ചൻ പോകല്ലേ, അവിടെ നിക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഗൂഗിളിനെ പിടിച്ചു നിർത്തി. അച്ഛൻ മുമ്പ് നിന്നപോലെ തന്നെ നിക്ക് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഗൂഗിള് ഗൗരിമോള് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ നിന്നു. ഉടനെ ഗൂഗിളിന്റെ അടുത്തേക്ക് എത്തി ഗൗരിമോള് പറഞ്ഞു, അതെ അച്ഛ അവിടെ നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും അടുത്ത് വന്ന് ഗോകുലിനെയും അർച്ചനയെയും നിർത്തിക്കൊണ്ട് താനും മുന്നിൽ കയറി നിന്ന് ഗൗരിമോളും മുന്നിൽ കയറി നിന്ന് ഒരു സെൽഫി എടുത്തു. അങ്ങനെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ആ മൊബൈലിൽ പകർത്തിയെടുത്തു. ഫോണിലേക്ക് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ഉടനെ അർച്ചന പറഞ്ഞു, ആ ഫോട്ടോ കാണിച്ച് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോളെ കൊണ്ട് ഫോട്ടോ കാണിപ്പിച്ചു. അങ്ങനെ ആ ഫോട്ടോ നോക്കിയിട്ട് അർച്ചന പറഞ്ഞു, ഹോ എന്തൊരു കോലമായത് കണ്ടില്ലേ ഞാൻ ഈ വേഷത്തിൽ എന്നൊക്കെ പറഞ്ഞ് അർച്ചന തൻ്റെ ആ ഫോട്ടോ നോക്കി ഒട്ടും താല്പര്യമില്ലാത്തവരെ ഇങ്ങനെ പറയുമ്പോൾ ഗോകുല് പറഞ്ഞു, സാരയില്ല, ഈ കാലത്തിന്റെ ഓർമ്മയ്ക്ക് ഇതും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ ആ ഫോട്ടോ നോക്കിയിട്ട് അർച്ചനയോട് അറിയിച്ചു, ഒരു പക്ഷേ ഇത് മാത്രമേ ഇനി നമുക്ക് ഓർമ്മയായിട്ടുണ്ടാവുള്ളെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അർച്ചനയും ഗോകുലും പരസ്പരം നോക്കി. അപ്പോഴാണ് ഗൗരിമോള് ഗോകുലിനോട് പറഞ്ഞത്, അച്ഛാ നമ്മളിനി എപ്പോഴാ പോകുന്നത് എന്ന്. അങ്ങനെ ചോദിച്ച് സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ദേവമയി എത്തി. എന്താ എന്താ ഗൗരിമോള് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല നിങ്ങൾ ഫോട്ടോ എടുക്കുകയായിരുന്നോ എന്ന് അന്വേഷിച്ചു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴേക്കും ദേവമയി പറഞ്ഞു, ആ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്, മോൾക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ അറിയാമല്ലോ, അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് ഫോട്ടോ എടുത്ത് തരണേ എന്ന് ദേവമയി ആവശ്യപ്പെട്ടു. അതെന്താ ഇപ്പൊ എടുത്തു തരാലോ എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, സത്യത്തിൽ ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തതാ, പിന്നെ ഗൗരിമോൾ ആയതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ, ഇവിടെ മരുന്നുകൾ എടുക്കുന്നതല്ലേ, ചികിത്സാമുറി ആയതുകൊണ്ട് ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നസ്യത്തിനുള്ള സമയമായി എന്ന് സമൃദ്ധിക്ക് നസ്യത്തിനുള്ള സമയമായെന്ന് അറിയിച്ചപ്പോൾ അത് കേട്ടതോടെ ഗൗരിമോള് പറഞ്ഞു, ഞാനും നിൽക്കാം, ഞാനും അമ്മയുടെ കൂടെ നിന്നോളാം, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഗൗരി വാശി പിടിച്ചു. ഇത് കണ്ടതോടെ ഗോകുല് പറഞ്ഞു, അയ്യോ മോളെ, ഇവിടെ അമ്മയ്ക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, അച്ഛനെ മോൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, ഒക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പം വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഗൗരി വീണ്ടും വാശി പിടിച്ചു. ഉടനെ ഗോകുല് പറഞ്ഞു, അയ്യോ അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, അമ്മയ്ക്ക് ചികിത്സയ്ക്ക് അത് മോൾ ഇവിടെ നിന്നാൽ അത് ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ട് മോള് വന്നേ, അച്ഛനെ മോൾക്ക് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ഗോകുല് മോളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ രണ്ടുപേരും പോകുന്ന കണ്ടപ്പോൾ ദൈവമയി ചോദിച്ചു, ആഹാ മോള് സമൃദ്ധിയുടെ വല്ലാത്ത അറ്റാച്ച്ഡ് ആണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അതെ, എനിക്ക് മോളില്ലാതെ പറ്റില്ല, അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും കഴിയാൻ സാധിക്കില്ല, അവള് അതിൻ്റെ ജീവന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അർച്ചന ഗൗരി മോളെ കുറിച്ച് സ്നേഹത്തോടെ പറയുന്നു. അപ്പോഴാണ് ആ ആശ്രമത്തിൽ പുതിയ വേഷത്തിലെത്തിയ കബീർ ആ ആശ്രമത്തിന് ചേരുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നേരെ മൂർത്തിക്ക് അരികിലേക്ക് എത്തി. ഉടനെ അരികിലേക്ക് വന്ന കബീറിനോട് മൂർത്തി ചോദിച്ചു, പേരെന്താ? ഉടനെ കബീർ പറഞ്ഞു, എൻ്റെ പേര് കബീർ. കൊള്ളാം, ഇവിടെ സ്വാമിജിയുടെ ഈ ആശ്രമത്തില് ഈ പേരില് കാണാൻ പറ്റിയ ആള് പേരും തന്നെ, ഈ ആശ്രമത്തിന് ചേരുന്ന രീതിയിലുള്ള നല്ല വേഷവും അതിന് ചേരുന്ന പേരും. അതെ ഞാൻ പറയാം, കേശവൻ പോറ്റി, അത് മതി, അതാണ് ഇനി ഈ ആശ്രമത്തിൽ വേണ്ടത്. ഉടനെ അത് കേട്ട കബീർ പറഞ്ഞു, കൊള്ളാം, കില്ലർ കേശവൻ പോറ്റി, എന്തായാലും ചേരും എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോകുലും ഗൗരിമോളും കൂടി ഐസ്ക്രീം വാങ്ങിക്കാനായി അവർ നടന്നു പോന്നു. ഈ കാഴ്ച കണ്ട് മൂർത്തി ഗോകുലിനെയും ഗൗരിമോളെയും കാണിച്ചു കൊടുക്കുന്നു. എന്താ ആ വരുന്നതാണ് നമ്മുടെ ഇരയുടെ ഹസ്ബൻഡും മോളും. അത് കേട്ടതും കബീർ ചോദിച്ചു, അത് ശരി, അപ്പോൾ ഇവരുമായിട്ടാണോ ഇവരോടൊപ്പം വന്ന പെൺകുട്ടിയാണോ നമുക്ക് ഇല്ലാതാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര, പൂ ഇറുക്കുന്നത് പോലെ, പിന്നെ ഇവിടെ ആശ്രമത്തിന് ചേർന്ന രീതിയിൽ പെരുമാറുകയും മറ്റും ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് എന്തായാലും ഞാനേ ഇരയ്ക്കരികിലേക്ക് പോകുന്നതിന് മുൻപ് അനുഗ്രഹവും അനുവാദവും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ മൂർത്തി ചോദിച്ചു, അതാരുടെ കയ്യിൽ നിന്നാ? നമ്മൾ മരം മുറിക്കുന്നതിന് മുൻപ് മരത്തോട് അനുവാദം വാങ്ങിക്കുമല്ലോ, വേദന എടുക്കാതെ അത് വീഴാനായിട്ട് എന്ന് പറഞ്ഞപ്പോ, അല്ല അതാരാ, അങ്ങനെ ആരാ എന്ന് പറഞ്ഞപ്പോ ഉടനെ കബീർ മൂർത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, അത് വേറെ ആരുമല്ല, ഈ ആശ്രമത്തിലെ സ്വാമി സാക്ഷാൽ ശിവയോഗി, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൂടി വാങ്ങിക്കണമല്ലോ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ്
വേഗം കബീർ സിദ്ധയോഗിയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിന് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം അവന്തിക പറഞ്ഞതിന് പ്രകാരം അർച്ചനയെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കബീർ. എന്നാൽ ഇതേ സമയം ഇതൊന്നും അറിയാതെ കബീറിന്റെ വരവ് തന്നെ ഒറ്റ നോട്ടത്തിലും ഒറ്റ പ്രവൃത്തിയിലും തിരിച്ചറിഞ്ഞ ശിവയോഗി അത് അർച്ചനയ്ക്ക് എതിരായി വരുന്ന ശത്രുവാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇതേ സമയം ശോഭയ്ക്കരികിലേക്ക് എത്തിയ അവന്തിക ശോഭയോട് പറഞ്ഞു, ഇനി ഈ ആശ്രമത്തിൽ വെച്ച് അർച്ചനയ്ക്ക് സമൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ ഫലം കാണുകയില്ല എന്നും രണ്ടാം ഘട്ട ചികിത്സ അത് വെറുതെയാകുമെന്നും അവന്തിക അറിയിച്ചു. അപ്പോഴാണ് ആശ്രമത്തിൽ അർച്ചനയുടെ ചികിത്സാ വിധികൾ പാളിപ്പോകുന്ന രീതിയിൽ നീക്കങ്ങൾ നടത്താനായി അകത്ത് കയറിക്കൂടിയ കബീർ തൻ്റെതായ രീതിയിലുള്ള ചുവടുകൾ ഉറപ്പിച്ചു. അവിടെ അർച്ചനയെ നസ്യത്തിൽ കിടത്തി അങ്ങനെ നസ്യം ചെയ്ത് കിടത്തിയിരിക്കുന്ന ആ മുറിക്കരികിലേക്ക് എത്തി അവിടുത്തെ സൈഡിലുള്ള ജനൽ വഴി അകത്തേക്ക് നോക്കുന്ന കബീറിന്റെ പിന്നിൽ വന്ന് ഗോകുൽ കബീറിനെ തട്ടി വിളിച്ചു. അതെ, നിങ്ങളെന്താ ഈ ചികിത്സാമുറിയുടെ ഈ വളപ്പിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാനിവിടുത്തെ സന്യാസിനി അമ്മയെ നോക്കിയതാണെന്നും അത്യാവശ്യമായി സന്യാസിനി അമ്മയുടെ അരികിൽ നിന്ന് ചില ഔഷധങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട് എന്നും കബീർ കളവ് പറഞ്ഞു. ഈ സമയത്ത് അർച്ചനയുടെ ഓർമ്മകൾ തിരികെ വരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ സമൃദ്ധിയുടെ ജാതകം കൈവശമുണ്ടെങ്കിൽ അത് തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ശിവയോഗി അറിയിച്ചു. ഉടനെ മരിച്ചുപോയ സമൃദ്ധിയുടെ ആ ജാതകമായിരുന്നു ശോഭ അടുത്തു നിന്ന ശിവയോഗിയെ ഏൽപ്പിച്ചത്. ശിവയോഗി അതെടുത്തു നോക്കിയതിനു ശേഷം എല്ലാവരോടുമായി കടുത്ത സ്വരത്തിൽ ആ സത്യം വിളിച്ചറിയിച്ചു. ഈ ജാതക പ്രകാരം സമൃദ്ധ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അത് കേട്ടതോടെ ശോഭയും ഗോകുലും ഞെട്ടുന്നു.